കാശിനാഥൻ റൊമാൻറ്റിക്കൽ ലവ് സ്റ്റോറി ഭാഗം 2. കാശിക്ക് ഒരു നിമിഷത്തേക്ക് തോന്നിപ്പോയി വഴിയെ പോയ വയ്യാവലി എന്തിനാണ് എടുത്ത് തലയിൽ വെച്ചതെന്ന്. എടി വൈകി, നീ എന്തിനാണ് അയാളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അയാളുടെ ഇഷ്ടം പിടിച്ചു പറ്റണമെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അയാൾ നിന്നെ വെറുക്കുന്നതിന് തുല്യമായിട്ടാണ് നീ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അതല്ല നമുക്ക് വേണ്ടത്. അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയായിട്ട് കയറിപ്പറ്റി അയാളുടെ കുടുംബം തന്നെ തകർക്കണം. അതാവണം നിന്റെ മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കേണ്ടത്. സോ ഈ കാറിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ നിന്നോട് വളരെ സൗമ്യതയോടെ തന്നെ പെരുമാറണം. ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയതിന് ശേഷം വൈക അവനോടായി പറഞ്ഞു. അതെ, 19. എന്ത്? നേരത്തെ ചോദിച്ചില്ലായിരുന്നോ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്? അതാ പറഞ്ഞത് 19 എന്ന്. കൊള്ളാലോ, ഇത് ചോദിച്ചിട്ട് അരമണിക്കൂറായി കാണുമല്ലോ. എന്താ ഇപ്പോഴാണോ വയസ്സോർമ്മ വന്നത്? എനിക്കിപ്പോഴാ പറയാൻ തോന്നിയത്, അതുകൊണ്ടാണ്. ചുമ്മാ പറയല്ലേ. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സംസാരമല്ല തനിക്കുള്ളതിപ്പോൾ. 80 വയസ്സ് പ്രായം തോന്നിക്കുന്നവരുടെ സംസാരമാണ് തനിക്കിപ്പോൾ ഉള്ളത്. മോളെ, അവൻ എന്തു പറഞ്ഞാലും എല്ലാത്തിനും ചിരിച്ച് കേട്ടാൽ മാത്രം മതി. ആവശ്യമില്ലാതെ അവനോട് ചൂടാവാൻ പോകേണ്ട ഒരാവശ്യവും ഇല്ല. അത് വേറെ ആരുമല്ല പറഞ്ഞത്, വൈകിയുടെ സ്വന്തം മനസാക്ഷി. താൻ എന്താ ഈ ആലോചിക്കുന്നത്? പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടി അവനെ ഒന്ന് നോക്കി. എന്താ ചേട്ടൻ ഇപ്പോൾ ചോദിച്ചത്? ഹേയ്, ഒന്നുമില്ല. അവൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. പിന്നീട് ഇരുവരും ഒന്നും പറയാതെ തന്നെ പുറത്തെ കാഴ്ചയും കണ്ടിരുന്നു. അതെ, റെയിൽവേ സ്റ്റേഷൻ എത്തി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴെങ്ങും ഇവിടെ എത്തില്ലായിരുന്നു. ഓക്കെ ഓക്കെ, അത്രയും പറഞ്ഞ് കാശി അവിടെ നിന്നും പോയി. നിനക്കെന്താടി കുരിപ്പേ, അന്യൻ്റെ ബാധ വല്ലതും ഇടയ്ക്ക് കയറിയോ? അല്ലടി, ഞാൻ അയാളോട് ചൂടായിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം അയാളുടെ വീട്ടിൽ കയറി പറ്റുക എന്നതല്ലേ. അപ്പോൾ പിന്നെ അയാളെ വെറുപ്പിച്ചാൽ അതൊന്നും നടക്കില്ലെന്ന് കരുതിയിട്ടാണ് മാറ്റി പിടിച്ചത്. ഇവിടെ നിന്ന് താളം ചവിട്ടാതെ ട്രെയിൻ പോകുന്നതിന് മുമ്പ് ചെല്ലാം. അവർ ഇരുവരും തിരിഞ്ഞതും അവരെ പ്രതീക്ഷിച്ചെന്ന പോലെ അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ശരണിനെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടപ്പോൾ വൈക ഒന്ന് പതറി. അതെന്താണെന്നല്ലേ? വൈകയ്ക്ക് ഈ ഭൂമിയിൽ ഇച്ചിരിയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ശരണിനെ മാത്രമാണ്. എടി വൈകി, അവൻ നല്ല കലിപ്പിലാണല്ലോ. ആണോ? എനിക്ക് തോന്നുന്നില്ല. മീര വൈകിയെ നോക്കി പറഞ്ഞു. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്നോട് പറയാതെ ഒറ്റയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയല്ലേ? അത് പിന്നെ നീ വിടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഫോൺ എടുക്കാതിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാറായല്ലേ? ഞാനാരാ നിന്റെ അല്ലേ? നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ ശരണേ. പിന്നെ ഞാനെന്ത് പറയേണ്ടത്? വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്നിട്ടിപ്പോൾ നീ ഇപ്പോൾ ഈ ചെയ്തതിന് എനിക്ക് നിന്നോട് ദേഷ്യമാണ് വരേണ്ടത്. ഒന്ന് പതുക്കെ. ഇത് നമ്മുടെ കോളേജല്ല, റെയിൽവേ സ്റ്റേഷനാണ്. അത് നീ മറക്കരുത്. ശരണിൻ്റെ ശബ്ദമുയർന്നപ്പോൾ മീര അവനോടായി പറഞ്ഞു. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ മീരെ? അത് പിന്നെ എന്നോട് പറയേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാനെന്തു പറയാനാ? ഏട്ടാ, വൈക ഒരുപാട് ഇമോഷണൽ ആകുമ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴുമാണ് ശരണിനെ ഏട്ടാ എന്ന് വിളിക്കാറ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കാണാനും. വൈകെ, നീ ഒരുപാട് സോപ്പിട്ടാൽ ഞാനങ്ങ് പതഞ്ഞു പോകും. ആര് പറഞ്ഞറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. അവിടെ നിങ്ങളുടെ വാർഡനാണ് പറഞ്ഞത് മീരയുടെ വീട്ടിലേക്കാണ് രണ്ടും പോയതെന്ന്. പിന്നെ ഈ സമയത്ത് ബസ്സില്ലാത്തത് കൊണ്ട് ഊഹിക്കാമല്ലോ ഇവിടെ കാണുമെന്ന്. ഓ, അങ്ങനെ അറിഞ്ഞല്ലേ? എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവന്നാക്കാം. എന്തായാലും നീ ഞങ്ങളെ ഒറ്റയ്ക്ക് വിടില്ലെന്നറിയാം, അതുകൊണ്ടാണ് പറയാതെ വന്നത്. ട്രെയിൻ പോകുന്നതിന് മുമ്പ് വാ. അത്രയും പറഞ്ഞ് വൈകിയുടെ കയ്യിലിരുന്ന ബാഗും മേടിച്ച് അവൻ മുൻപിലേക്ക് നടക്കാൻ തുടങ്ങി. ഡി, ശരിക്കും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടി? നിന്നോട് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി ചോദിച്ചു പോകുക. നിങ്ങൾ തമ്മിൽ ഒരു വല്ലായ്മയും ഇല്ല. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു പക്ഷേ നിനക്കില്ലായിരിക്കാം. ശരണിന് നിന്നോട് താല്പര്യമുണ്ടെങ്കിലോ? നിന്റെ സംശയം ഇപ്പോൾ തന്നെ ക്ലിയർ ആക്കി തരാം. ശരണേ! ഫ്രണ്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവനെ വൈക പിന്നിൽ നിന്ന് വിളിച്ചു. എന്തടി പോത്തെ? ദാ ഇവൾക്കൊരു സംശയം.
ഇപ്പോഴൊന്നുമല്ല, ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി. എന്തു സംശയം? ഇടി ചുമ്മാതിരി, ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചതല്ലേ. നിന്റെ ഈ തമാശ കുറേ നാളുകൊണ്ട് ആയല്ലോ തുടങ്ങിയിട്ട്. ഇന്ന് തന്നെ എല്ലാം നിർത്തിത്തരാൻ ഞാൻ. എന്താ ഈ കാര്യം പറ. നമ്മൾക്കിടയിൽ വല്ല കണക്ഷനും നടക്കുന്നുണ്ടോ എന്നറിയാൻ മീരയ്ക്ക് ഭയങ്കര ആകാംക്ഷ. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നിപ്പോൾ ഇവൾക്കറിയണം. ശരൺ മീരയൊന്ന് കൂർപ്പിച്ച് നോക്കി. ഇനി നീ വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ വായിലെ പല്ലും നാക്കും അവിടെ കാണില്ല. അത് നീ ഓർത്തോ. ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. അതിന് നീ വേറെ ഒരർത്ഥവും കരുതണ്ട. അത്രയും പറഞ്ഞ് പിന്നെ അവൻ നടന്നു. സമാധാനമായല്ലോ. ഇനി നിനക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊന്നും അറിയണ്ട എൻ്റെ പൊന്നോ. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. എന്തായാലും നിന്റെ റൂട്ട് ക്ലിയർ ആയല്ലോ. എന്ത് റൂട്ട്? മോളെ, ഇന്നലെയും ഇന്നും ഒന്നുമല്ല നിന്നെ കാണാൻ തുടങ്ങിയത് ഞാൻ. അതുകൊണ്ട് നീ അത് വിട്. ഇനി നിനക്കിനി ശരണിനെ ഇഷ്ടമാണെങ്കിലും ഞാൻ പറയാതെ അവൻ നിന്നെ സ്നേഹിക്കില്ല. ഞാൻ കഴിഞ്ഞേ ഉള്ളവനാരും. നീ എന്തൊക്കെയാ പറയുന്നേ? നീ കൂടുതൽ കിടന്ന് ഉരുളയൊന്നും വേണ്ട. നിനക്ക് അവനെ ഇഷ്ടമല്ലേ? നീ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കവനെ ഇഷ്ടമാണ്. പക്ഷേ അവൻ എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ആ, എന്തായാലും അവന് ഞാൻ പെണ്ണന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം സെറ്റാകാം. നീ വാ. പിന്നെ അവർ ട്രെയിനിൽ കയറി. ട്രെയിൻ വൈകാതെ തന്നെ എടുത്തു. അവർ മൂവരും ഒരുമിച്ചായിരുന്നു ഇരുന്നത്. ശരണിൻ്റെയും മീരയുടെയും നടുവിലായി വൈകയാണ് ഇരുന്നത്. ഇടയ്ക്കെപ്പോഴോ വൈക ശരണിൻ്റെ തോളിലേക്ക് തലവെച്ച് കിടക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ചു. എങ്ങനെ പോയാലും തന്നേക്കാൾ 3-4 വയസ്സ് മൂത്തതാണ് ശരൺ. അവളുടെ വാശിക്ക് മുമ്പിൽ പഠിച്ച ക്ലാസ്സുകൾ അവൻ ഒരിക്കൽ കൂടി പഠിച്ചു. അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവനും. +2 കഴിഞ്ഞപ്പോഴേക്കും പാർട്ട് ടൈം ജോലിക്ക് പോയി തുടങ്ങി. കിട്ടുന്ന പൈസ അവൾക്കുള്ള സാധനങ്ങളും മറ്റും മേടിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ സ്വന്തം ചിലവിലാണ് വൈകിയും കഴിയുന്നത്. ശരൺ കോളേജ് വിട്ട് കഴിഞ്ഞാൽ പാർട്ട് ടൈമായി സുഖി ഓടുന്നുണ്ട്. അങ്ങനെ തന്നെ 10-17 രൂപ കിട്ടും മാസത്തിൽ. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഓർഫനേജിൽ നിന്ന് നേരെ നല്ലൊരു ഹോസ്റ്റലിലേക്ക് വൈകിയാക്കിയത്. തനിക്കൊരു പാഡ് പോലും പോയി മേടിക്കാനുള്ള ഒരു സാഹചര്യവും അവൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എല്ലാം അറിഞ്ഞ് തന്നെ മേടിച്ചു കൊടുക്കുമായിരുന്നു. ഇന്ന് മീര തന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ മനസ്സിലറിയാതെയാണെങ്കിലും നേരിയൊരു വിഷമമുണ്ടായി. ഇത്ര വർഷങ്ങൾക്കിടയിൽ പോലും പലരും തന്നോട് അങ്ങനെ ചോദിച്ചെങ്കിലും എല്ലാം ഒരു തമാശ രൂപേണ കളയുമായിരുന്നു. എന്നാൽ ഇന്ന് വല്ലാത്ത ഒരു തരം വീർപ്പുമുട്ടൽ തോന്നുന്നു. ഇനിയും ശരൺ തൻ്റെ ആരാന്നുള്ള സത്യം തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. തുടരും. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.